ഗൈസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെയൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ തെറ്റുകൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സില്ലാത്ത കൂട്ടരാണ് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയല്ല സംസാരിക്കാൻ പോകുന്നത്, പഞ്ചാബ് എഫ് സിയെ പറ്റിയാണ്. പഞ്ചാബ് എഫ് സിയുടെ വിദേശ താരമായിട്ടുള്ള നോർവേജിയൻ സ്ട്രൈക്കർ ആയിട്ടുള്ള മഷുങ്ക ബക്കങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമുണ്ടല്ലോ, ഈ താരവുമായിട്ട് ക്ലബ്ബ് വേർപിരിയുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. സോ അതിൻ്റെ റീസൺസ് ഒന്നും അങ്ങനെ ഒരു ഒഫീഷ്യൽ സൈഡിൽ നിന്നും വരില്ല. നമുക്ക് എന്താണെങ്കിലും നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് 13 ISL മത്സരങ്ങളിൽ നിന്ന് ആകെ 2 ഗോൾസ് മാത്രമാണ് അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം മോസ്റ്റ് ഓഫ് ദി ടൈം, അതായത് ഒരു ആദ്യമൊക്കെ അദ്ദേഹത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന ലെവലിലൊക്കെ പരിഗണിച്ച് വന്നതാണ്. പിന്നീട് ലൂക്ക മാച്ചൻ തന്നെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന ലെവലിലേക്ക് വന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് പഞ്ചാബ് എഫ് സിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ലൂക്കാക്ക് ഇഞ്ചേർഡ് ആയിട്ടുള്ളൊരു സമയത്താണ്. സോ ആ സമയത്ത് ഈ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ ബക്കങ്കയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നിയത് ഒരു അൺഫിറ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ എന്ന ലെവലിലാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ചാൻസുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അദ്ദേഹം നശിപ്പിച്ച് കളയുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത്രയും വലിയൊരു പ്രൊഫൈലിൽ നിന്ന്, നോർവേയിലെ ഒരു ഇതിൽ നിന്ന് വന്നതാണ് അദ്ദേഹം. നമുക്കറിയാലോ, പണ്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് ഹാലൻഡിൻ്റെ ഒരു ഐഡിയൽ എന്നുള്ള ലെവൽ വരെയൊക്കെ ഉണ്ടായിരുന്ന പ്ലെയറാണ്. അന്നത്തെ കാലത്ത് അദ്ദേഹം ഒരു ടോപ്പ് ആയിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എനിക്കൊന്നും ഒരു അൺഫിറ്റ് ഇഞ്ചുറി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. സോ ഇത് കുറേ റൂമേഴ്സൊക്കെ കണ്ടു അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യാൻ പോകുകയാണ് എന്നുള്ളത്. അത് ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല. എന്താണെങ്കിലും അങ്ങനെ ചില വാർത്തകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, പിന്നെ ലൂക്ക മാച്ചനാണ് ആ ഒരു സ്ട്രൈക്കിംഗ് സോണിലുള്ളത്. അദ്ദേഹം കുറേ മാച്ച് കളിച്ചിട്ടില്ല, ഇഞ്ചുറി കാരണം കുറച്ചധികം മാച്ചസൊക്കെ മിസ്സായിരുന്നു. എനിക്ക് 4-5 മാച്ച് മിസ്സായിട്ടുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹം 8 മാച്ചിൽ നിന്ന് 5 ഗോളും 3 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തു. അതൊരു നല്ല നമ്പറാണ്. പക്ഷേ അദ്ദേഹം ഒരു 35 ഇയർ ഓൾഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം ഫുൾ ടൈം കളിപ്പിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല. അപ്പം മറ്റൊരു നല്ല സ്ട്രൈക്കർ വീണുക എന്നുള്ളത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു ടോപ്പ് പ്ലെയർ വേണം. ഇതിപ്പം ബക്കങ്കയുടെ സാഹചര്യത്തിൽ പിന്നീട് മിഡ്ഫീൽഡേഴ്സിനെ വരെ സ്ട്രൈക്കേഴ്സായിട്ടൊക്കെ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോയി. ഇതൊരു ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് ഞാൻ നിസ്സംശയം പറയും. ഇപ്പം പഞ്ചാബ് എഫ് സിയെ നമ്മൾ നോക്കുമ്പോഴും അവർക്കും ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിട്ടുള്ളത് ഒരു വിദേശിയാണ്, ഒരു ഗ്രീക്ക് മാൻ ആണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. സോ അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുകയാണ്. തങ്ങളുടെ ഒരു വിദേശ താരം ആ ഒരു അപ് ടു മാർക്കിലേക്ക് വരുന്നില്ല. ആകെ 6 വിദേശികളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയൂ. അപ്പം ഈ ഒരു ജനുവരിയൊക്കെ വരാൻ പോവുകയാണ്. ആ താരത്തെ മാറ്റി മറ്റൊരു താരത്തെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളൊരു തരത്തിലേക്കൊക്കെ മാറുന്നു എന്ന് പറയുന്നത് ഒരു വിഷണറി ക്ലബിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ക്ലബിൻ്റെ സസ്റ്റൈനബിലിറ്റിക്കൊപ്പം ക്ലബിൻ്റെ റിസൾട്ട്, സക്സസ്, അതിനുകൂടി ഒരു പ്രാധാന്യം നൽകുന്ന ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടറാണ് അവിടെ ഉള്ളത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സൈഡും കൂടെ വേണം കേട്ടോ. അതുകൊണ്ട് ആണ് ഒരു ക്ലബിന് സക്സസ് ആയത്. ഇപ്പം നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ അറിയാമല്ലോ, ഇവിടെ ഒരു പ്ലെയറിന് എന്തിന് 2-3 വർഷത്തെ കോൺട്രാക്റ്റ് കൊടുത്തു എന്നുള്ളത് അറിയത്തില്ല. എന്നാൽ ആ പ്ലെയർ കളിച്ചില്ലെങ്കിൽ ആ പ്ലെയറെ കളിപ്പിച്ച് എന്താണെങ്കിലും കോൺട്രാക്റ്റ് ഉള്ളതല്ലേ, ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കളിപ്പിച്ച് കൊണ്ടുപോവുക. നമ്മൾ അതിൻ്റെ പേരിൽ റിസൾട്ടിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരിക എന്നൊക്കെ തരത്തിലാണ് പോകുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇനി ആരാണ് പഞ്ചാബിൻ്റെ ഒരു പകരക്കാരനായിട്ടൊക്കെ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വരിക. സൈനിങ് ഓഫ്.